അറിയുന്നുണ്ട് അവർ സുചേട്ടൻ എന്നെയൊക്കെ അത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ. കാരണം അവർക്ക് വിവരമുള്ളവരാണ്. വിവരമുള്ളവർ ആരും കൊണ്ട് നെഗറ്റീവ് കമന്റ് പറയത്തില്ല. അതെനിക്കൊരു പുതിയ അറിവാണത്. വിവരമുള്ള ഒരു നെഗറ്റീവ് കമന്റ് പറയലേ. കൊണ്ട് തരട്ടെ പൈസ ഇങ്ങോട്ട് ഈ പറയുന്ന എല്ലാരും കൊണ്ടൊരു 10,000 രൂപ തന്നെ ഞാൻ കോടീശ്വരി ആകത്തില്ലേ. ഞാൻ എന്തിനാ അഭിനയിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്നു. കൊണ്ട് തരട്ടെ എനിക്കൊരു 10 രൂപ. ഞാൻ പറയുന്ന പൈസ അവിടെ എല്ലാം അവര് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന പൈസ അവർ കൊണ്ട് തരട്ടെ. അപ്പൊ ഞാൻ പറയാണ്, രേണു ചേച്ചി നാളെ മുതൽ അഭിനയിക്കണം. രേണു ചേച്ചി നിരവധി ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം, നിരവധി ആൽബങ്ങളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ പറഞ്ഞല്ലോ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് ചേച്ചി അഭിനയിച്ച് കിട്ടുന്നതിന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം എന്നിലേക്ക് എത്തിക്കുമോ, തരുമോ? പറയുന്നത് എന്തിനാ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ കാണുന്നത് കൊണ്ടും ലൈക്ക് അടിക്കുന്നത് കൊണ്ടും കമന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വരെ നോക്കേണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക, കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന്റ് ചെയ്യുക, ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യുക. കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ഒരു 2 ദിവസം കൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇന്നും രേണുസുതി തന്നെയാണ്. പുള്ളിക്കാരിയുടെ മകനും കൂടെ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതിനകത്തെല്ലാം കുറച്ച് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അഭിപ്രായം പറയാനായിട്ട് പ്രേരിതരാകുകയാണ്. അതുപോലെ ഇപ്പം തന്നെ നമുക്ക് കുറച്ച് ആൾക്കാർ ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് റിയാക്ട് ചെയ്യാം. ഇവരുടെ മകനെ ഇന്റർവ്യൂ ചെയ്ത ആദ്യത്തെ ഇന്റർവ്യൂ ചെയ്ത അതേ ആൾ തന്നെയാണ് ഇന്റർവ്യൂ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള തലത്തിൽ മകനെയും അമ്മയും കൂടി ഇന്റർവ്യൂ ചെയ്തായിരിക്കും. അപ്പൊ അമ്മയുടെ ഇന്റർവ്യൂവിൽ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടു നോക്കാം. വീട്ടിലിരുന്ന എല്ലാവർക്കും സന്തോഷമാവും. അതിനുവേണ്ടി മനഃപൂർവ്വം ചേച്ചിയെ ഇങ്ങനെ എന്താ പറയാ നെഗറ്റീവ് ആക്കി, അതായത് ആൾക്കാരുടെ ഇടയിൽ മോശക്കാരിയാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? ശരിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സന്തോഷമാവും കുറച്ച് പേർക്ക്. ആ കുറച്ച് പേരെല്ലാം കൊണ്ട് എനിക്ക് മാസം ഞാൻ പറയുന്ന പൈസ കൊണ്ട് തരട്ടെ. എനിക്ക് ഒരു വിഷയമില്ല. ഇവിടെ കൊണ്ട് സുധീരത്തെ ഞാൻ ഇങ്ങനെ ഇരിക്കാം, കസാര ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കൊണ്ട് തരട്ടെ പൈസ ഇങ്ങോട്ട് ഈ പറയുന്ന എല്ലാരും കൊണ്ടൊരു 10,000 രൂപ തന്നെ ഞാൻ കോടീശ്വരി ആകത്തില്ലേ. ഞാൻ എന്തിനാ അഭിനയിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്നു. കൊണ്ട് തരട്ടെ എനിക്കൊരു 10 രൂപ. ഞാൻ പറയുന്ന പൈസ അവിടെ എല്ലാം അവര് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന പൈസ അവർ കൊണ്ട് തരട്ടെ. അവര് പറഞ്ഞിട്ടല്ലേ വീട്ടിൽ ഇരിക്കുന്നേ, അതുകൊണ്ട് ഞാൻ പറയുന്ന പൈസ അവര് കൊണ്ട് തരട്ടെ. തികച്ചും ന്യായമായ ഒരു ചോദ്യമാണ് അവർ പറയുന്നത്. കാരണം അവര് ജോലിക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അഭിനയിക്കാൻ ഇറങ്ങുന്നത് അവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കുക, സാമ്പത്തിക മെച്ചമുണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ പറയാതെ നിങ്ങൾ വന്നിറങ്ങി നമ്മുടെ ഫീൽഡിലേക്ക് നിങ്ങളുടെ വീഡിയോ വരുമ്പോഴത്തേനും നമ്മളെ വെറുപ്പിക്കാത്ത കുറച്ച് സാധനങ്ങൾ നിങ്ങൾ തരണ്ടേ. നിങ്ങൾ വെറുപ്പിലാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളുടെ റീൽസിനോട് യാതൊരു എതിർപ്പില്ല, നിങ്ങളുടെ വസ്ത്രധാരണത്തിനോട് എനിക്കൊരു എതിർപ്പില്ല, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനോട് മാത്രമുള്ളൂ എനിക്കൊരു എതിർപ്പ്. നിങ്ങൾ ഈ പറഞ്ഞതിന് ഞാൻ ഒരു കൗണ്ടർ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കാര്യമായിട്ട് എടുക്കണ്ട, സിമ്പിൾ ആയിട്ട് എടുത്താൽ ഞാൻ വീട്ടിൽ ഇരിക്കാം ഇവര് പറയുന്നവരെ. അപ്പൊ ഇവര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ ഇരിക്കുന്നത്. അപ്പം തിരിച്ച് ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ? അപ്പൊ നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ വീട്ടിൽ ഇത് ഇരിക്കാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, രേണു ചേച്ചി നാളെ മുതൽ അഭിനയിക്കണം. രേണു ചേച്ചി നിരവധി ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കണം, നിരവധി ആൽബങ്ങളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടെ പറഞ്ഞല്ലോ അഭിനയിക്കണമെന്ന്. അതുകൊണ്ട് ചേച്ചി അഭിനയിച്ച് കിട്ടുന്നതിന്റെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം എന്നിലേക്ക് എത്തിക്കുമോ, തരുമോ? ഇല്ലല്ല, അത്ര ഉള്ള സംഭവം. നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവിനെ നമ്മൾ നെഗറ്റീവായിട്ട് തന്നെയാണ്, പക്ഷെ ക്രിറ്റിസിസത്തിനെ നമ്മൾ മാനിക്കുക. നിങ്ങൾ അതിനെയും മാനിക്കുന്നില്ല. ക്രിറ്റിസിസോ എന്നെ ആരുടെ നീക്ക് ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് പൈസ കൊണ്ട് തടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് ഉണ്ടാവില്ല. ചില നെഗറ്റീവ് ഉണ്ടാക്കുക, നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാകുക. ഞാൻ ഉറപ്പിച്ച് പറയാണ്, നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ നിങ്ങൾക്ക് ഈ അഭിനയ മേഖലയിൽ വലിയൊരു സ്ഥാനം, ഒരുപാട് നാളത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറയുവാണ് എല്ലാ മാസം എനിക്ക് ഒരു ഇത്ര തുക കൊണ്ട് ഇവര് ഓരോരുത്തരും കൊണ്ട് തരണം. ഇവര് തരുമോ? അപ്പൊ ഇവര് പിന്നെ എന്തിനാ പറയുന്നത്? ഇവര് പറഞ്ഞ ഞാൻ എന്തിനാ കേൾക്കുന്നത്? ചേച്ചിയോട് എന്താ ആളുകൾക്ക് ഇത്രയും ദേഷ്യം തോന്നുന്നത്? ഇവര് പറയുന്ന പിന്നെ ഞാൻ എന്തിനാ കേൾക്കുന്നത്? അത് ഞങ്ങൾ പറയുന്നത് എന്തിനാ കേൾക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും, ഞാൻ പറയുന്നത് എന്നെയല്ല കേട്ടോ, നിങ്ങളെ എതിർക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. എനിക്ക് നിങ്ങൾ അഭിനയിക്കുന്നുണ്ടൊന്നും യാതൊരു എതിർപ്പില്ല. പറയുന്നത് എന്തിനാ കേൾക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾ കാണുന്നത് കൊണ്ടും ലൈക്ക് അടിക്കുന്നത് കൊണ്ടും കമന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നെഗറ്റീവ് ഉണ്ടാവാം, പോസിറ്റീവ് ഉണ്ടാവാം. അപ്പോൾ അവരെ വെറുപ്പിക്കാതിരിക്കുക, അവരുടെ എതിർപ്പ് പിടിച്ചു പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാൽ
ഒക്കെ ഇരിക്കുക എന്നൊരു ഉദ്ദേശം അതിനകത്തുണ്ട്. നിങ്ങളവിടെ പ്രീതി പിടിച്ചു പറ്റിയാണ് മുന്നോട്ട് പോകേണ്ടത്. എതിർപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ആ എതിർപ്പിന് ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റണം. വളരെയധികം എതിർപ്പ് നേരിട്ടൊരു മനുഷ്യനാണ് നമ്മുടെ വിശ്വ ഇപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറ്റാൻ നമുക്ക് കഴിയണം. ഞാൻ അവർ ഇന്ന് കാണുന്നത് ഈ കാണുന്ന വ്യൂവേഴ്സ് ഉള്ളിടത്തോളം കാലമേ നിങ്ങൾക്ക് എക്സിസ്റ്റൻസ് ഉള്ളൂ. നിങ്ങളുടെ വീഡിയോ ആരും കാണുന്നില്ല, നിങ്ങളെല്ലാവരും പിടിച്ച് ബ്ലോക്ക് ആക്കി ഇടുകയാണെങ്കിൽ അന്ന് തീർന്നു നിങ്ങളുടെ ഈ എക്സിസ്റ്റൻസ്. നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഇല്ലാത്ത സമയം ഒരു ആൽബവും നിങ്ങളെ വിളിക്കാൻ പോകുന്നില്ല, ഒരു പാട്ടിനും നിങ്ങളെ എടുക്കാൻ പോകുന്നില്ല, ഒരു ഷോർട്ട് ഫിലിമിനും നിങ്ങളെ വിളിക്കാൻ പോകുന്നില്ല. സോ അവർക്ക് കൊടുക്കേണ്ട മാന്യത അവർക്ക് കൊടുക്കുക. ഈ നെഗറ്റീവ് പറയുന്ന വെറും നെഗറ്റീവ് വിളികളെ നിങ്ങൾ വിട്ടുതരാം, പക്ഷെ ക്രിറ്റിസിസത്തെ നിങ്ങൾ ഇച്ചിരി മുഖവരയ്ക്ക് എടുക്കേണ്ടതായി ഉണ്ട്. ബാക്കി ആളുകൾക്ക് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണം ചേച്ചി വിശ്വസിക്കുന്നത് ഇട്ട് വെറുപ്പിച്ചിട്ട് അല്ലാതെ എന്താണ് നെഗറ്റീവ് ഇത്ര തോന്നുള്ള കാരണം? കാണാൻ കൊള്ളത്തില്ലാത്തതാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്നെ കാണാൻ കൊള്ളത്തില്ലാത്തതുകൊണ്ട് ഇവിടെ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ കിടന്ന് അഭിനയിക്കുന്നതൊക്കെ ആയിരിക്കും അവരുടെ വിചാരം. എന്നെ കാണാൻ കൊള്ളാം അതൊന്നുമല്ല അവരുടെ വിചാരം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ എന്തിനാണ് ഇതിനു വേണ്ടി എതിർപ്പ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ബോഡി ഷേമിങ് ചെയ്യുക, നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്ന നെഗറ്റീവ് കമന്റുകളെ നിങ്ങൾ വിട്ടുതരാം. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ കമന്റ് ബോക്സിനകത്ത് വരുന്ന കൂടുതൽ നെഗറ്റീവും ഇതും സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ് നോക്കുമ്പോഴാണ് സമാധാനം. ഇതാണ് നിങ്ങൾക്ക് വരുന്ന എതിർപ്പ്. സുധിച്ചേട്ടൻ ഉണ്ടാക്കിയ പേരിനെ നിങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കെതിരെ വരുന്ന ഒരു എതിർപ്പ്. രണ്ടാമത്തെ എതിർപ്പ്, നിങ്ങൾ പബ്ലിക്കിനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു വിഭാഗത്തിലേക്ക് പോകുന്നു, നിങ്ങളെ ഒരു കുടുംബിനിയായിട്ട് കാണാനാണ് പലരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഒരു ലെഗസി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് കാണാനാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് വിഭിന്നമായി ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എതിർപ്പ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ കൊള്ളാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയം ശരിയില്ലാത്തതുകൊണ്ടോ അല്ല. നിങ്ങളെ കാണാൻ കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അഭിനയം ശരിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. നല്ലൊരു ഡയറക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിനയം ശരിയാവും. നിങ്ങളുടെ ഒരാളുടെ കാഴ്ചയിലുള്ള സൗന്ദര്യമൊക്കെ ഓരോ വ്യക്തിപരമായി അധിഷ്ഠിതമാണ്. അപ്പം ചിലർക്ക് കാണാൻ കൊള്ളാം എന്ന് തോന്നും, ചിലർക്ക് കാണാൻ കൊള്ളില്ല എന്ന് തോന്നും. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. നിങ്ങൾ ഈ കൊല്ലസുധിയുടെ പേര് നശിപ്പിക്കുന്നതാണ് ശരിക്കുള്ള പ്രശ്നം. അത് നിങ്ങൾ നിർത്തിയാൽ തന്നെ നിങ്ങൾ ഹിറ്റാ. തീർച്ചയായിട്ടും എനിക്ക് പല്ലിന് കുറച്ച് പ്രശ്നമുണ്ട്. അത് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സൂചന മരിച്ചു പോയത്. ഇനിയിപ്പോ ഓരോ പല്ലിന് പ്രശ്നങ്ങളൊക്കെ കാരണം അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അവർ. സൂചന എന്നെയൊക്കെ അത്ര സ്നേഹിക്കുന്നുണ്ടല്ലേ, കാരണം അവർക്ക് വിവരമുള്ളവരാണ്. വിവരമുള്ളവർ ആരും കൊണ്ട് നെഗറ്റീവ് കമന്റ് പറയത്തില്ല. അതെനിക്കൊരു പുതിയ അറിവാണത്. വിവരമുള്ള ഒരു നെഗറ്റീവ് കമന്റ് പറയില്ല. ഈ നെഗറ്റീവ് കമന്റ് ആണോ ക്രിറ്റിസിസം ആണോ ഇവർ പറയുന്നതെന്ന് അറിയില്ല. അതായത് പുള്ളിക്കാരി പറയുന്നത് വിവരമുള്ളവർ ഇവർ എന്ത് ചെയ്താലും സൂപ്പർ സൂപ്പർ അടിപൊളി അത് നിങ്ങളെ തകർക്കാനുള്ള ടെക്നിക്കാണ്. നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങളെ, നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവുകളെ നിങ്ങൾ നേരിടുക. അതിനകത്ത് നെഗറ്റീവ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ വിട്ടേക്കുക, ക്രിറ്റിസിസം ആണെന്ന് തോന്നുന്നതിനെ നിങ്ങൾ എതിർക്കുക. വിവരമുള്ളവരെല്ലാം അതിനെ പോസിറ്റീവ് പറയത്തുള്ളൂ. വിവരമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും എനിക്ക് വിവരം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പോസിറ്റീവ് ഇടുമെന്നാണ് വിചാരം. വിവരമില്ലാത്തതാണോ ഇതിൽ ആർക്കപ്പം ശരിക്കും വിവരമില്ലാത്തതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വിവരം എന്നൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉള്ളവര് ഡോക്ടേഴ്സ് വിവരമില്ലാത്തവരാണോ? ഇത്ര ഡോക്ടേഴ്സ് എന്റെ അടുത്ത് പറയുന്നു അപ്പൊ എനിക്ക് സമയമില്ലാതെ തന്നെയല്ല, ഒരുപാട് പൈസ ആകുമെന്ന് എനിക്കറിയാം. പക്ഷെ അവരതൊന്നും സംസാരിച്ചു, ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യൂ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരും, നമ്മളിത് ശരിയാക്കാം. പല്ലിന്റെ ഇവിടെ രണ്ട് സൈഡ് പോയി ഒടിഞ്ഞൊക്കെ പോയി കുറച്ച് പ്രശ്നമുള്ളതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ ആർക്കാ വിവരമില്ലാത്തതെന്ന്? നിങ്ങളുടെ പല്ലിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പല ഡോക്ടേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നു. വിവരമുള്ളത് കൊണ്ട് അവർ നെഗറ്റീവ് പറയുന്നില്ല, അവർ കോൺടാക്ട് ചെയ്യുന്നു. ഉരിയണു ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരൂ, പല്ല് ഞങ്ങൾ ശരിയാക്കി തരാം. അപ്പോൾ നിങ്ങൾക്കാണ് വിവരമില്ലാത്ത പ്രിയ സുഹൃത്തുക്കളെ. ആ ഡോക്ടേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് അവരുടെ ക്ലിനിക്കിന് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ഫെയിമിലാണ്, നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആണ്, നിങ്ങളുടെ സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് റീച്ചാണ്, അതൊരു ശരിയായ യാഥാർത്ഥ്യമായ സത്യമാണ്. അപ്പോൾ ഈ ഡോക്ടർമാർ അവരുടെ ക്ലിനിക്കിലേക്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ പല്ല് ചെയ്തിട്ട് ഇതൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അവരുടെ ക്ലിനിക്കിന് വ്യൂ ഉണ്ടാവും, അവരുടെ ക്ലിനിക്കിന് വലിയ രീതിയിൽ റീച്ച് ഉണ്ടാവും. നെഗറ്റീവ് പറയാനോ പോസിറ്റീവ് പറയാനോ അങ്ങനെ ഒരു ക്ലിനിക്കിനെ ആളുകൾ കാണും. അപ്പോൾ അവര് വിവരപൂർവ്വമാണ് ചെയ്തത്, അവര് പ്രൊമോഷനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളാണ് വിവരമില്ലാത്ത, അത് സ്നേഹമാണ് ക്രിറ്റിസിസം അല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ബാക്കി പറ. അതിർവരമ്പ് കടക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ട്, അശ്ലീലവും അതിർവരമ്പ് കവിഞ്ഞുള്ളൊരു സാധനമുണ്ട്. അവിടെയാണ് നമുക്ക് വിഷമം വരുന്നത്. അത് കറക്റ്റാണ്. അതിർവരമ്പുകളെ ഭേദിക്കുന്ന വിവരമില്ലാത്ത, ബോധമില്ലാത്ത, അതാന്തികമായ സാധനങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് ഛർദ്ദിക്കുന്ന ചില കമന്റുകളുണ്ട്. ഇല്ലെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല, അത് എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള കമന്റുകളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല. പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക, സൈബർ സെല്ലിൽ പോവുക, അത്തരത്തിലുള്ള നിയമ നടപടികൾ നേരിടുക. പക്ഷേ വരുന്ന എല്ലാ വിമർശനങ്ങളും, വരുന്ന എല്ലാ ക്രിറ്റിസിസങ്ങളും, വരുന്ന എല്ലാ നെഗറ്റീവും വിവരമില്ലാത്തവന്മാരാണ്. അവന്മാർക്ക് അറിയത്തില്ല സംഭവം തോന്നുന്നു, അവന്മാർ എന്നെ മനഃപൂർവ്വം വീട്ടിലിരുത്താൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ കൂടെ, അതായത് നമ്മളിപ്പോൾ ഒരു ഇങ്ങനൊരു കമ്പി നമ്മൾ എടുക്കുകയാണ്, കമ്പി അല്ലല്ലോ എൻ്റെ പേരെന്താണ്, ഒരു
കത്തി ഉണ്ടാക്കുന്ന സാധനം എടുക്കുക. ഇതിനെ അടിച്ചടിച്ചല്ലേ മൂർച്ച ഉണ്ടാക്കുന്നേ. ഈ അടി എന്നെ അടിക്കാൻ പാടില്ല, എൻ്റെ തടി കൊള്ളലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് മൂർച്ചയാകില്ല എന്നൊരു സാധനം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക, പോസിറ്റീവ് ആക്കാൻ പറ്റുന്നതിന് പോസിറ്റീവ് ചെയ്യുക. ഞാൻ ഇങ്ങനെ ഇരിക്കും, ജീവിതകാലം മൊത്തം ഞാൻ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവിൽ ഒരു മികവ് ഉണ്ടാകാതെ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് കഴിവുണ്ട്, അതൊക്കെ ഉപയോഗിക്കുക, നല്ല രീതിയിൽ വരിക. അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് വരുന്ന അത് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ അങ്ങനൊന്നും അല്ല, എല്ലാവർക്കും വരും, നമുക്കും വരും, എല്ലാവർക്കും വരും. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ച് കൂടിപ്പോയി. ആ കൂടിയതിന്റെ കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ് തന്നെയാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയാൽ മതി. പ്രശ്നശക്തി എന്തോ ഞാൻ കേട്ടേക്കുന്നു. എന്റെ പി എമ്മിലും പോട്ടെ കമന്റ്സിൽ ഞാനത് കണ്ടിട്ടുണ്ട്. വേറെ എന്ത് രീതിയിൽ ആക്ട് ചെയ്താലും ആൾക്കാര് മലയാളീസിന് അവരൊന്നും ആരും ബിക്കിനി ഇട്ടാൽ പോലും അവരെ ആരും ഒന്നും പറയുന്നില്ല. ഇത്രയൊന്നും എന്നെ പറയുന്നത്ര ആരും പറയുന്നില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങളെ പറയുന്ന അത്രയും പേര് ആരെയും പറയുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് നെഗറ്റീവായിട്ടൊരു സംഭവം ഉണ്ടാകുമ്പോഴത്തേനും ആ നെഗറ്റീവിനെ വീണ്ടും നെഗറ്റീവാക്കി നെഗറ്റീവ് കമന്റ് വാടാ പോരട്ടാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് കമന്റുകൾക്ക് നേരെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നെഗറ്റീവ് വരുന്നത്. ആ നെഗറ്റീവ് വരുമ്പോൾ ഒന്ന് ഒഴിഞ്ഞ് മാറി ഒന്ന് പോയി നോക്കിക്കേ, നിങ്ങൾക്ക് നെഗറ്റീവ് കുറയും. നിങ്ങൾ നെഗറ്റീവ് വരണമെന്ന് ആഗ്രഹിച്ചാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങളെ വെച്ച് നെഗറ്റീവ് ആക്കാവുന്ന ഉദ്ദേശത്തോടെയാണ് പല നിങ്ങളുടെ അടുത്ത് വരുന്ന പ്രൊഡക്ഷൻ കമ്പനികളും എല്ലാം വരുന്നത്. അതിന് നിങ്ങൾ നിന്ന് കൊടുക്കുന്നു, നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നു, അവർ പേരുണ്ടാക്കുന്നു, ഫെയിം ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബിക്കിനി ഇടുന്നവരെ കുറ്റപ്പെടുത്തില്ല, അതൊക്കെ അവരുടെ ജോലിയാണ്, അവരുടെ ഇഷ്ടമാണ്. ആരെന്ത് ചെയ്യുന്നു അത് അവരുടെ വ്യക്തിത്വമാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. അത് കറക്റ്റാണ്. ഒരാൾ എന്ത് ജോലി ചെയ്യണം, ഒരാൾ എന്ത് വസ്ത്രം ഇടണം എന്നൊക്കെ ഉള്ളത് ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ മാത്രമാണ്. പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ഒരു അഭിനേത്രിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് കാണുന്ന ആളുകളാണ്, നിങ്ങളുടെ വ്യൂവേഴ്സാണ്. ആ വ്യൂവേഴ്സിനെ വെറുപ്പിക്കാം, ഒരു മയത്തിനൊക്കെ വെറുപ്പിക്കാം. പക്ഷെ വ്യൂവേഴ്സിനെ അങ്ങ് നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീഡിയോ റിയാക്ട് ചെയ്യുന്നതിനകത്ത് യസ്മയിൽ അഭിനയിക്കുമോ, അത് അഭിനയമല്ലേ, അത് ദാസേട്ടൻ്റെ മണം കൊണ്ടുപോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള നെഗറ്റീവുകളെ കൂട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. വിവാദം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഫെയിമായി, നിങ്ങൾ നല്ല പേരായി, ഇനി അത് നിങ്ങളതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. അല്ലാതെ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. അപ്പം ഇവരുമില്ലാത്തവന്മാരാണ് എന്നെ വിമർശിക്കുന്നത്. എന്നെ വിമർശിക്കുന്നതൊന്നും എൻ്റെ രോമത്തിൽ തുറത്തില്ല, എനിക്കൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഈ നെഗറ്റീവ് ഫെയിം നിൽക്കും. മറ്റൊരാൾ ഇത് കൊണ്ടുപോകും. ഇപ്പം പ്രശ്നേഷൻ്റെ കയ്യിൽ നിന്നാണ് ആ ജൂനിയർ മെൻറ്ററൊക്കെ നിങ്ങൾ കയ്യിലെടുത്തത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ മറ്റൊരാൾ കയ്യിലേക്ക് എടുക്കും. അപ്പം നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് അവിടെ നിൽക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. മനസ്സിലാക്കൊന്നും തോന്നുന്നില്ല. ഇവർക്ക് മകനും ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. മകൻ്റെ കഴിഞ്ഞ ഇൻ്റർവ്യൂ നമ്മൾ പറഞ്ഞിരുന്നു അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ കൊടുത്തു, പക്ഷേ മകനും വീണ്ടും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി കൂടുതൽ അവരും ഫെയിം ആഗ്രഹിക്കുന്നുണ്ടാവാം. അല്ലാതെ എന്താണ്, പുള്ളിക്കാരനൊന്നും പറയുന്നില്ല, എന്ത് വെച്ചാലും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനാണ് അങ്ങനെ ഇൻ്റർവ്യൂ എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ മകനെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സിയിലൊക്കെ ഈ ചാനലുകൾ വലിച്ചിടാൻ നോക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും കൊള്ളാം, നെഗറ്റീവ് ഫെയിം നന്നായിട്ട് ഉപയോഗിക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഭാവിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എൻ്റെ മറ്റൊരു ഡേറ്റ് വന്നേരം. ബൈ.